ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ശൂന്യകാര്യത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്ന വിഷയം സംതൃപ്തി അഥവാ കണ്ടൻമെൻറ്റ്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ എന്ത് നൽകിയിട്ടുണ്ടോ അത് നമ്മൾ സന്തോഷത്തോടെ തൃപ്തിയോടെ അംഗീകരിക്കുന്നതിനെയാണ് സംതൃപ്തി എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുവാകുന്ന ഒരു സൽഗുണം, അതായത് വേർച്യുവാണ് സംതൃപ്തി. ശൂന്യകാരത്തി തൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. എലീശ പ്രവാചകന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൾ വളരെ കരുതലോടെ സഹായിച്ചതിന് പ്രത്യുപകാരമായി അവൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു. ശൂന്യകാരത്തിയെ വിളിപ്പിച്ച് ഇപ്രകാരം പറയുന്നു: നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര താല്പര്യത്തോടെ കരുതിയല്ലോ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അവൾ മറുപടി പറഞ്ഞത്, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്നാണ്. അതിൻ്റെ സാരം, ഞാൻ സ്വജനത്തിൻ്റെ മധ്യയാണ് വസിക്കുന്നത്, ഞാൻ സംതൃപ്തിയാണ്, എനിക്ക് ഒന്നിനും കുറവില്ല എന്നാണ്. എന്നാൽ അവൾക്ക് ഒരു കുറവുണ്ടായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. എങ്കിലും അവൾ എലീശ പ്രവാചകനോട് ഒരു മകനെ വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. മക്കളില്ലാത്തതിൽ അവൾ ദൈവത്തോടോ ഭർത്താവിനോടോ പരിഭവിക്കുന്നുമില്ല, പിറുപിറുക്കുന്നതുമില്ല. ദൈവം അവളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടോ അതിൽ സംതൃപ്തിയുള്ളവളായിട്ട് നന്മ ചെയ്ത് സൽക്രിയകൾ ചെയ്ത് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിച്ചിരുന്നു. 1 തിമോത്തി 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അലംഭാവത്തോടു കൂടിയ, അതായത് സംതൃപ്തിയോടു കൂടിയ ദൈവഭക്തി വളരെ ആദായമെന്ന്. അതിൻ്റെ അർത്ഥം, ദൈവഭക്തിയോട് സംതൃപ്തിയുള്ളവരായിട്ട് ജീവിക്കുന്നത് നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ആദായമാണ്, അനുഗ്രഹമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: ഏതൊരവസ്ഥയിലും എൻ്റെ താഴ്ചയിലും സമൃദ്ധിയിലും ഞാൻ സംതൃപ്തിയോടെ ഇരിപ്പാൻ പഠിച്ചിട്ടുണ്ട് എന്ന്. ഒരു ദൈവഭക്തന് മാത്രമേ ഈ വിധത്തിൽ പറയുവാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ ആവശ്യങ്ങൾക്കായി പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിലായിരുന്നു ആശ്രയിച്ചിരുന്നത്, ഈ ലോകത്തിലേക്കല്ല നോക്കിയിരുന്നത്. നമ്മൾ ലൗകികരാകുമ്പോൾ എത്ര ലഭിച്ചാലും നമ്മൾക്ക് സംതൃപ്തി തോന്നുകയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്യുന്നു. പിറുപിറുക്കുന്നത് ദൈവസന്നിധിയിൽ പാപമാണ്. റാഹേലിനെ നോക്കൂ, അവൾക്ക് മക്കളില്ലായിരുന്നു. അവളുടെ സഹോദരി ലേയക്ക് മക്കളുണ്ടായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവൾക്ക് ലേയയോട് അസൂയ തോന്നുകയാണ്. അസൂയ ദൈവസന്നിധിയിൽ പാപമാണ്. അസൂയ തോന്നുന്നത് മാത്രമല്ല, അവൾക്ക് മക്കളെ തരണമെന്ന് പറഞ്ഞ് യാക്കോബിനോട് പരാതി പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ യാക്കോബിന് കോപം ജനിച്ച്, ഞാൻ നിനക്ക് മക്കളെ തരുവാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ എന്ന് ചോദിക്കുന്നു. റാഹേൽ എന്തു ചെയ്യണമായിരുന്നു? മക്കൾക്ക് വേണ്ടി ദൈവത്തോടായിരുന്നു പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു, അവൾ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം അവൾക്ക് ഒരു മകനെ നൽകുന്നുവെന്ന്. സംതൃപ്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നാണ് പരാതിയും പരിഭവവും ഒക്കെ വരുന്നത്. ഇസ്രായേൽ മക്കളെ നോക്കൂ, മരുഭൂമി യാത്രയിൽ ദൈവം അവർക്ക് എത്ര നന്മകളാണ്, അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തത്. എന്നാലും അവർക്ക് ഒരാവശ്യം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ അവർ ദൈവം ചെയ്ത നന്മകളെല്ലാം മറന്ന് നന്ദിയില്ലാത്തവരായി, സംതൃപ്തി ഇല്ലാത്തവരായി, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ മോശയുടെ അടുത്ത് ചെന്ന് പിറുപിറുക്കുകയും പരാതി പറയുകയുമാണ് ചെയ്തിരുന്നത്. പിറുപിറുക്കുന്നത് ദൈവസന്നിധിയിൽ പാപമാണ്. ദൈവം അവരോട് കോപിക്കുന്നു, അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഹീബ്രൂസ് 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. നമ്മൾ ദ്രവ്യാഗ്രഹികളാകുമ്പോൾ വ്യാമോഹം വർദ്ധിക്കുന്നു. ഈ ലോകത്തിലെ ചതികളിലും മോഹങ്ങളിലും വീണു പോകുന്നു. അങ്ങനെ സംതൃപ്തി ഇല്ലാത്തവരാകുന്നു. അടുത്തതായി പറയുന്നത് ഇപ്രകാരമാണ്: ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീനെന്ന്. അതായത് ദൈവം നമ്മൾക്ക് എന്ത് നൽകിയിട്ടുണ്ടോ അതിൽ നമ്മൾ സംതൃപ്തിയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. ദൈവം നമ്മൾക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്.
വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നമ്മളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുവാനാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ശൂന്യക്കാരത്തിയെ നോക്കൂ, എത്ര മാതൃകാപരമായാണ് അവൾ ജീവിച്ചിരുന്നത്. അവൾക്ക് മക്കളില്ലായിരുന്നു. അവൾ സംതൃപ്തിയോടെ, ഒരു പരാതിയുമില്ലാതെ സൽക്രിയകൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചിരുന്നു. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ സംതൃപ്തിയുള്ളവരായി ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കാം. സംതൃപ്തിയുള്ള ഹൃദയം, സന്തുഷ്ട ഹൃദയം, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.